മൈസൂർ നഗരമാണ്. യാഥാർത്ഥ്യം കൂടിയും കുറഞ്ഞുമാവാം. എന്നാലും നമ്മൾ ഇന്ന് കാണുന്ന മൈസൂർ കൊട്ടാരത്തിന് ഏകദേശം 3000 കോടി രൂപയാണ് വില കണക്കാക്കപ്പെടുന്നത്. 100-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ കൃഷ്ണരാജ വോഡയാർ ഈ കൊട്ടാരം പണിയുമ്പോൾ അന്നത്തെ 40 ലക്ഷത്തോളം രൂപയാണ് ഏകദേശം നിർമ്മാണ ചെലവ് എന്ന് പറയപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൽ വോഡയാർ രാജവംശം നിർമ്മിച്ച മൈസൂർ കൊട്ടാരം പല സമയങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ നശിച്ചു പോയതായി ചരിത്രരേഖകളിൽ പറയപ്പെടുന്നുണ്ട്. രാജകുമാരിയുടെ കല്യാണ ചടങ്ങിനിടയിൽ പോലും തീപിടുത്തം നടന്നതായി പറയപ്പെടുന്നു. അതിനുശേഷം 1897-ലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. ജാതി മത വർഗ വർണ്ണങ്ങൾ ഏതുമില്ലാതെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ഏകദേശം 40 ലക്ഷത്തോളം ആളുകളാണ് ഒരു വർഷം ഇവിടം സന്ദർശിച്ചു മടങ്ങുന്നത്. താജ്മഹൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ ചരിത്ര നിർമ്മിതി കൂടിയാണ് മൈസൂർ പാലസ്. ഹിന്ദു മുസ്ലിം രജപുത്ര വാസ്തുവിദ്യാരീതികൾ സമന്വയിക്കുന്ന ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണ രീതി അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുക. കൊട്ടാരത്തിൽ ഏകദേശം 12ഓളം ക്ഷേത്രങ്ങളും നിലനിൽക്കുന്നു എന്നത് മറ്റൊരു പ്രധാന സവിശേഷത കൂടിയാണ്. രാത്രിയിലും മറ്റു പ്രധാന ആഘോഷങ്ങളിലും ദസറ ദിനങ്ങളിലും കൊട്ടാരം അലങ്കരിക്കാൻ 1 ലക്ഷത്തോളം ബൾബുകളാണ് ഉപയോഗിച്ചു വരുന്നത്. ഇത്രയധികം പ്രത്യേകതകൾ നിറഞ്ഞൊരു കൊട്ടാരം നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല. ഒരിക്കലെങ്കിലും കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.